സംസ്ഥാന സർക്കാരിനെതിരെ താമരശ്ശേരി രൂപതയുടെ ഇടയലേഖനം. പോലീസിന് നിയന്ത്രിക്കാനാവാത്ത വിധം ലഹരി മാഫിയ കേരളത്തിൽ ശക്തമാകുന്നു എന്നും വിമർശനം. വനം വകുപ്പിനും രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി രൂപത. വിവരങ്ങളുമായി ഇപ്പോൾ റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, താമരശ്ശേരി രൂപതയുടെ ഇടയലേഖനത്തിലാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഹരിത രൂപത അധ്യക്ഷനായിട്ടുള്ള മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പുറത്തിറക്കിയ ഇടയലേഖനത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഈ ഇടലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വിവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നത് ഏറെ പ്രസക്തമാണ്. ഈ ഏപ്രിൽ 5-ന് ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വെച്ച് അന്ന് വൈകിട്ട് നടക്കാനിരിക്കുകയാണ്. അക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ ഇടയലേഖനത്തിലാണ് വിവിധങ്ങളായിട്ടുള്ള വിമർശനങ്ങളുള്ളത്. ആ വിമർശനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും മനസ്സിലാകുന്നത് ഈ ക്രൈസ്തവ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി രൂപീകരിച്ച JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് ഇനിയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അത് ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നു. മറ്റൊന്ന്, ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിലെ 80:20 അനുപാതം അത് സംബന്ധിച്ച ഒരു വിമർശനം ഉന്നയിക്കുന്നു. ന്യൂനപക്ഷങ്ങളോട്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തോട് കടുത്ത വെല്ലുവിളിയാണ് സർക്കാർ ഉയർത്തുന്നത്. ആ ന്യൂനപക്ഷങ്ങൾക്ക് യഥാകാലം വിതരണം ചെയ്തിരുന്ന സ്കോളർഷിപ്പുകൾ അത് നിർത്തലാക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. സംവരണത്തിൽ അനീതിയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന്, വനം വകുപ്പിനെതിരെയാണ് രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. വന നിയമങ്ങളിൽ വലിയ കാട്ടുനീതിയാണ് നടക്കുന്നത്. അത് മനുഷ്യത്വരഹിതമായ രീതിയിലാണ്, മനുഷ്യാവകാശത്തെ ധ്വംസിക്കുന്ന രീതിയിലാണ് ഈ വന നിയമങ്ങൾ നടപ്പാക്കുന്നത് എന്ന് പറയുന്നു. പരിസ്ഥിതി നിയമങ്ങൾ പലതും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അത് മനുഷ്യരുടെ അവകാശങ്ങൾ അത് പരിഗണിക്കുന്നില്ല. പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഒരു ഏകാധിപത്യ പ്രവണതയാണ് നടക്കുന്നത്. മറ്റൊന്ന്, വന്യജീവി ആക്രമണത്തെക്കുറിച്ചാണ്. അതിൽ വനം വകുപ്പ് ഒരുപക്ഷെ ഒരു ക്രിയാത്മകമായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. മനുഷ്യജീവനുകൾ പൊലിഞ്ഞു പോകുന്നു എന്ന് പറയുന്നു. കൂടാതെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ, ക്രൈസ്തവ സമുദായത്തിനെതിരായ കുപ്രചരണങ്ങൾ, അതെല്ലാം കടന്ന് ഇപ്പോഴത്തെ ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും നശിപ്പിക്കുന്ന തരത്തിൽ ലഹരി മാഫിയ കേരളത്തിൽ ശക്തമായിരിക്കുകയാണ്. മദ്യം നിരോധിച്ചാൽ മയക്കുമരുന്ന് വ്യാപിക്കുമെന്ന പൊള്ളയായ സർക്കാർ വാദങ്ങളെ തള്ളിക്കളയാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മദ്യവും മയക്കുമരുന്നും രാസലഹരിയും കേരളത്തിൽ വ്യാപകമാകുന്നു. കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് പോലും അവയെ നിയന്ത്രിക്കാൻ തെല്ലും സാധിക്കുന്നില്ല എന്ന ഗുരുതരമായ ആക്ഷേപം കൂടി ഈ ഇടയലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഹരിത.